കഴിഞ്ഞ 2 സീസണിൽ എന്താണ് കാലിക്കറ്റ് ക്ലോബ് സ്റ്റാർസിന് സംഭവിച്ചത്? ഈ ടൂർണമെൻറ്റിൻ്റെ പെർഫോമൻസ് IPL സ്കൗട്ട് വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. അവർ പ്ലേയേഴ്സിൻ്റെ പേരറിയാം, അവരുടെ പെർഫോമൻസ് അറിയാം. 11 പേര് എന്ന് പറയണത് ഒരു ഫിക്സ്ഡ് 11 ആക്കാൻ പറ്റില്ല. അതെ, ആയിട്ടുമില്ല. അതെ. മാനേജ്മെൻറ്റിനെ പറ്റി പറയണമെങ്കിൽ പ്ലേയേഴ്സിനും അതായത് ഞങ്ങളെയും ടേക്ക് കെയർ ചെയ്യുന്നത് വളരെ എക്സലൻ്റ് ആയിട്ടാണ് ഞങ്ങളെ ടേക്ക് കെയർ. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ 3ാം സീസൺ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ ടീമുകളും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ക്ലോബ് സ്റ്റാറിൻ്റെ കോച്ചായ ബിജുമോനാണ്. കോച്ച്, ആദ്യം നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു. പ്രാക്ടീസ് സെഷനൊക്കെ എങ്ങനെ പോകുന്നു? പ്രാക്ടീസ് സെഷൻ ഇതുവരെ ഉള്ളത് വളരെ പോസിറ്റീവാണ്, വളരെ പ്രോഗ്രസീവാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ ക്യാമ്പിൽ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴയുടെ ഒരു തടസ്സം ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രാക്ടീസിനെ അത് വലുതായിട്ട് ബാധിച്ചിട്ടില്ല. കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 സീസണിൽ എന്താണ് കാലിക്കറ്റ് ക്ലോബ് സ്റ്റാർസിന് സംഭവിച്ചത്? ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ടീം എപ്പോഴും നല്ല ടീം തന്നെയായിരുന്നു. ചില മാച്ചിൻ്റെ സിറ്റുവേഷനിൽ പല ഡിപ്പാർട്ട്മെൻറ്റിലും 3 ഡിപ്പാർട്ട്മെൻറ്റിലും ചില ലാപ്സസ് ഉണ്ടായിരുന്നു, ചെറിയ ലാപ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവസാനം നമ്മൾ കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ മാച്ചിൻ്റെ റിസൾട്ടിനെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അത് ഒന്ന് അഡ്രസ്സ് ചെയ്യാനാണ് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരു പ്ലേയേഴ്സിൻ്റെ അടുത്തും സപ്പോർട്ട് സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ഫീഡ്ബാക്ക് ഞാൻ എടുത്തിരുന്നു. അപ്പം ആ ഭാഗങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങും പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ടീം മനസ്സിലുണ്ട്, കാര്യങ്ങളെല്ലാം പ്ലേയേഴ്സിനെ അറിയാം. അപ്പം ഇത്തവണ എന്താണ് കാലിക്കറ്റിൻ്റെ ലക്ഷ്യം? ഒരു കാര്യം പറയാം, നമ്മൾ സ്പോർട്സിൽ എപ്പോഴും റിസൾട്ട് നമ്മുടെ കയ്യിലല്ല. അപ്പോൾ ഒരു കാര്യം, നമ്മുടെ ഈ ടീമിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇപ്രാവശ്യം ഉണ്ടാവും. ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ എഫേർട്ടിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ആരാധകർക്ക് ഒരുപാട് മാജിക് മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു വിശ്വാസം ഈ ടീമിൽ നിന്ന് എനിക്ക് ഉണ്ട്. ഇപ്പോൾ പ്രാക്ടീസ് സെക്ഷൻ ആരംഭിച്ചു, മഴയുടെ പ്രശ്നം പറഞ്ഞു, ഇപ്പോഴത്തെ ഓപ്ഷനോടെ കഴിഞ്ഞു വന്ന് പുതിയ കുറേ പ്ലേയേഴ്സ് കൂടെ വന്നിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ ഇവരൊക്കെ മിങ്കിളായി പോകുന്നുണ്ടോ? എങ്ങനെയാണ് ക്ലബിൻ്റെ? അല്ല, അതൊരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം കുറച്ച് പ്ലേയേഴ്സ് ഓൾറെഡി ടീമിലുണ്ടായിരുന്നു, കുറച്ച് ന്യൂ കമ്മേഴ്സും ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ സോഫാർ നമ്മൾ പ്ലേയേഴ്സ് എല്ലാം നല്ല ഒരു എൻവയറമെൻറ്റിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നല്ല ടീമായിട്ട് നന്നായിട്ട് ജെല്ല് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അവർ ഓരോ മൂവ്മെൻറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. ഈ സൽമാൻ, രോഹനെ പോലെ സീനിയർ പ്ലേയേഴ്സ് ഉണ്ട്. അതെ, അവർ ജൂനിയേഴ്സിനോട് എങ്ങനെയാണ്? അല്ല, എനിക്ക് സൽമാനെയും രോഹനെയും വളരെ യങ് ഏജിൽ തൊട്ട് തന്നെ അറിയാം. അവർ വളരെ ഡൗൺ ടു എർത്ത് വ്യക്തികളാണ്. കാരണം അവർ അടുത്ത ലെവൽ എത്ര മുകളിലോട്ട് കളിച്ചെങ്കിൽ തന്നെ അവർ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതി, അവരെ മോട്ടിവേറ്റ് ചെയ്യാനും മെൻറ്റർ ചെയ്യാനും ഒക്കെ അവർ വളരെ ശ്രമിക്കാറുണ്ട്. ഓക്കെ, ഇപ്പം രോഹൻ്റെയൊക്കെ ഒരു സാന്നിധ്യം ടീമിന് എത്രത്തോളം ഗുണകരമാകും? ഒന്ന്, രോഹൻ്റെ പ്ലെയർ എന്ന നിലയിലുള്ള അവൻ്റെ ഫ്ലെയർ, അവൻ്റെ എക്സ്പീരിയൻസ്, ഇതെല്ലാം ടീമിന് ഭയങ്കര മുതൽക്കൂടാണ്. പ്ലസ് അവൻ ക്യാപ്റ്റൻ കൂടെയാണ്. അപ്പം അവൻ്റെ എക്സ്പീരിയൻസ്, ഇത്രയും വർഷം കളിച്ചുള്ള എക്സ്പീരിയൻസും അവൻ്റെ ആ കേപ്പബിലിറ്റി എല്ലാം ടീമിന്, ഈ പുതിയ പ്ലെയേഴ്സിനും നമ്മുടെ ടീമിന് മൊത്തമായിട്ടൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അതെ. ഓക്കെ, ക്യാപ്റ്റൻസിയിൽ ഒരു സമ്മർദ്ദം പുള്ളിക്ക് വരുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ക്രിക്കറ്റിൽ പ്രഷർ ഇല്ലാത്ത മൂവ്മെൻറ്റ്സ് ഇല്ല. കാരണം പ്രത്യേകിച്ച് T20 പ്രഷർ ഉണ്ടാവും. പക്ഷേ രോഹൻ എന്നുള്ള പ്ലെയർ ഒരുപാട് അങ്ങനത്തെ നിമിഷങ്ങൾ അവൻ്റെ ക്രിക്കറ്റ് ലൈഫിൽ കണ്ട് പോയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പം രോഹൻ അതെല്ലാം അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം അതിന് നമ്മൾ മാക്സിമം ടീമിൻ്റെ കൂടെയുണ്ട്, ക്യാപ്റ്റൻ്റെ കൂടെയുണ്ട്. സൽമാൻ ആവട്ടെ, ഇല്ലെങ്കിൽ അഖിൽസ്കറി ആവട്ടെ, ഇവരുടെയൊക്കെ ഒരു പെർഫോമൻസ് ഈ സീസണിൽ എങ്ങനെയായിരിക്കും എന്നാണ് കോച്ചിൻ്റെ ഒരു വിലയിരുത്തൽ? ഈ സീസൺ കഴിഞ്ഞ സീസണെക്കാട്ടിലും അവർ കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് പ്ലെയേഴ്സ് ആയിരിക്കും ഇപ്രാവശ്യം കാണുക. കാരണം വെച്ചാൽ കഴിഞ്ഞ സീസൺ നമ്മുടെ അഖിൽസ്കറിയ ഇതിൻ്റെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയിരുന്നു. അപ്പം ആ അച്ചീവ്മെൻറ്റിൽ തന്നെ അങ്ങനെ കടിച്ചു ഇരിക്കാണ്ട് പുതിയ സീസണാണ്, പുതിയ ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ പുതിയ ചലഞ്ചസിന് വേണ്ടി അവർ റെഡിയാണ്. അപ്പം പുതിയ രീതിയിലുള്ള
എന്താണ് മേ ബി മാച്ചസ് പുതിയ കണ്ടീഷൻസും സിറ്റുവേഷൻസും തരും. അപ്പോൾ അതിനുള്ള ആ ചലഞ്ചിന് അവർ റെഡിയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പം ഇപ്രാവശ്യം അവർ ലാസ്റ്റ് ഇയറെക്കാളിലും കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള പെർഫോമൻസ് അവരിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തത് വിഘ്നേഷ് പുത്തൂരാണ്. വിഘ്നേഷ് പുത്തൂരിന്റെ ടീമിലേക്ക് എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകൾ നമുക്ക് അത് കാണാൻ പറ്റുമോ ഗ്രൗണ്ടിൽ? വിഘ്നേഷിനെ പറ്റി പറയുമ്പോൾ വിഘ്നേഷ് നമ്മളിവിടെ നിന്ന് IPL കളിച്ച ഒരു പ്ലെയറാണ്. അതായത് ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഒരു ഇൻസ്പിറേഷനായ ഒരു വ്യക്തിയാണ്. അപ്പം വിഘ്നേഷ് പുത്തൂരിൻ്റെ ബോളിംഗ് കപ്പാസിറ്റിയിലും ക്രിക്കറ്റിംഗ് എബിലിറ്റിയിലും എല്ലാം നമുക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. കാരണം വിഘ്നേഷിനെ പറയുമ്പോൾ ഒരു എനർജിയാണ്. ഗ്രൗണ്ടിൽ ഫീൽഡിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും അപ്പോൾ നല്ല എനർജിയോടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പം നമ്മുടെ ടീമിന് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ആരാണ് ഈ സീസണിൽ നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന യങ്സ്റ്റേഴ്സ്? അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്ലെയറിനെ പറയാൻ എനിക്കിപ്പം പറ്റുന്നില്ല. കാരണം വെച്ചാൽ ടീം ഞാൻ നോക്കുമ്പോൾ ടീമിൽ എക്സ്പീരിയൻസും ഉണ്ട്, ജൂനിയേഴ്സും ഉണ്ട്. എല്ലാവരും മാച്ച് വിന്നിങ് കപ്പാസിറ്റി ഉള്ള പ്ലെയേഴ്സാണ്. അപ്പം എനിക്ക് ഒരു പ്രത്യേക ഒരു പ്ലെയറിനെ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്നില്ല. എന്തായാലും സച്ചിൻ ബേബി പോലുള്ള താരങ്ങളൊക്കെ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ചാൽ കേരളത്തിന് ഇനി അടുത്ത വരുന്ന കാലങ്ങളിൽ ഇനി അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരുപാട് പ്ലേസ് ഇതിലുണ്ട്. ഓക്കെ, ഇപ്പം പ്രാക്ടീസ് ഒക്കെ തുടങ്ങി കുറച്ച് ദിവസമായി. അപ്പോൾ ഒരു ആദ്യ 11 മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ടോ അതോ സമയം എടുക്കുമോ? അല്ല, നമ്മൾ എന്താണ് ഒരു സ്ഥിരമായിട്ടുള്ള 11 ഇല്ല. മാച്ചുകൾ ഡിഫറെൻറ്റ് ടീമുമായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അതുപോലെ കളിക്കുന്ന സമയങ്ങളും വ്യത്യാസമുണ്ട്. അപ്പോൾ മാച്ച് ടൂർണമെൻറ്റ് പോകുന്ന അതിൻ്റെ ഫ്ലോയും വ്യത്യാസമുണ്ട്. അപ്പം ഇതിനനുസരിച്ച് നമ്മുടെ ടീമിൻ്റെ കോമ്പിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പം മനസ്സിൽ ആ 11 പേരില്ല. 11 പേര് എന്ന് പറയണത് ഒരു ഫിക്സ്ഡ് 11 ആക്കാൻ പറ്റില്ല. അതെ, ആയിട്ടുമില്ല. അതെ, ഓക്കെ. അപ്പോൾ മറ്റു കോച്ചസോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ചില സ്പോട്ടുകളിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ആരെ സെലക്ട് ചെയ്യണമെന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി കോച്ചിന് നേരിടേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ടീമിൻ്റെ അകത്ത് തന്നെ ഫുൾ ഓഫ് മാച്ച് വിന്നേഴ്സാണ്. അപ്പം ഇതിൽ നിന്ന് ആരെ ഈ ലെവലിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. അതാണ് ഞാൻ പറയുന്നത്. സിറ്റുവേഷൻ, മാച്ചിൻ്റെ സിറ്റുവേഷനും ടൂർണമെൻറ്റ് സിറ്റുവേഷനും വരുമ്പോൾ അതിനനുസരിച്ചൊരു കോൾ എടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും സമ്മർദ്ദഘട്ടമാണെങ്കിലും ടീമിൽ ഏറ്റവും കൂളായിട്ട് കളിക്കുന്ന ആരാണ്? എത്ര പ്രശ്നമാണെങ്കിലും ഇതൊന്നും പ്രശ്നമല്ലെന്ന് പറയണത്? അങ്ങനെ സീനിയർ പ്ലേസ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം സൽമാൻ ആകട്ടെ, നമ്മുടെ അഖിൽസ് കറിയ ആകട്ടെ, റോഹനാകട്ടെ, ഇവരെല്ലാവരും അണ്ടർ പ്രഷറിൽ ഒരുപാട് അങ്ങനത്തെ അവർ മാച്ചുകൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അണ്ടർ പ്രഷർ അവർ കുറച്ചുകൂടെ അവർ സീനിയർ പ്ലേയേഴ്സ് തന്നെയാണ്. അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്തവണത്തെ നമ്മുടെ കാലിക്കറ്റിലെ ഏതൊക്കെ യങ്സ്റ്റർ പ്ലേയേഴ്സിനെയാണ് നമ്മൾ നോക്കി ശ്രദ്ധിച്ചു വെക്കേണ്ടത്? ഇതും എനിക്കൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്നാൽ 2-3 പേര് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ഒരു അഫ്രദ്, ഒരു ലെഗ് സ്പിന്നർ ഉണ്ട്. അവൻ ഫീൽഡിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ഭയങ്കര ഒരു പ്രത്യേക എനർജി തന്നെയാണ്. കാരണം യങ്സ്റ്ററാണ്. അപ്പം അവർ കളിയെ നോക്കിക്കാണുന്ന രീതിയും വ്യത്യാസമാണ്. പിന്നെ അശ്വിൻ ആനന്ദുണ്ട്. അതുപോലെ തന്നെ അക്കിൻ സത്താർ ബോളിംഗ് ഒരു യുണീക്ക് സ്റ്റൈലാണ്. അത് ഈ T20 അതൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. അങ്ങനെ ഇപ്പം ഞാൻ 2-3 പേരുടെ പേര് പറഞ്ഞെങ്കിലും ടീമിൽ ഇങ്ങനെ എന്താണ് യുണീക്നെസ് കീപ്പ് ചെയ്യുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, അത് കോച്ചിനെ സംബന്ധിച്ചൊരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ടീമിന് അഡ്വാൻറ്റേജുമാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഈ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു പ്രാക്ടീസ് മാച്ച് കളിച്ചിരുന്നോ ടീം? ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ മാച്ച് കളിച്ചില്ല. നമ്മൾ ഒരുപാട് മാച്ച് സിനാരിയോസൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ മാച്ചിന് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു മാച്ച് സിമുലേഷൻ നമ്മൾ ചെയ്തത്. അപ്പോൾ ഞങ്ങളൊരു മാച്ചസ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നെറ്റ്സിലേക്ക് വരുമ്പോൾ കോച്ച് വിചാരിച്ച ലെവലിലേക്ക് പ്ലേയേഴ്സ് എത്തിയിട്ടുണ്ടോ അതോ ഇനി വരാനുണ്ടോ? ഇത് നമ്മൾ എപ്പോഴും ഒരു ടൂർണമെൻറ്റിലോട്ട് പോകുമ്പോൾ ഒരു പ്ലേയേഴ്സ് പീക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് നമ്മൾ ആദ്യം തുടങ്ങുമ്പം അത്ര പയ്യെ താളത്തിൽ തുടങ്ങി അങ്ങനെ റിതം പിടിച്ച് അങ്ങനെ ഒരു പ്രോഗ്രഷൻ ഞാനിപ്പോൾ പ്ലേയേഴ്സിൽ കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതിനു മുമ്പേ ഒരു പ്രിപ്പറേറ്ററി ക്യാമ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ടുവേർഡ്സ് എൻ്റെ പ്ലേയേഴ്സ് നല്ല ടച്ചിലോട്ട് വരുന്നുണ്ട്. ഇവിടെ വന്നപ്പം അത് അവർ ക്യാരി ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രോഗ്രഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, കാലിക്കറ്റിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ
പ്ലെയേഴ്സിനും അതായത് ഞങ്ങളെയും ടേക്ക് കെയർ ചെയ്യണത് വളരെ എന്താണ് എക്സലൻ്റ് ആയിട്ടാണ് ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യണത്. കാരണം വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രഷറോ അങ്ങനെ ഒരു ഇതില്ല. പ്ലേയേഴ്സിന് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. അതൊരു യുണീക്ക്നെസ് ആയിട്ട് തോന്നി എനിക്ക്. കാരണം എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അധികം എന്താണ് നമുക്ക് പ്ലേയേഴ്സിന് അധികം പ്രഷർ കൊടുക്കാൻ താല്പര്യമില്ല, അവർ കളിക്കണം, അങ്ങനെ ഒരു നല്ല ഗെയിം വരണം, അതെ നല്ല ഗെയിം വരണം, അങ്ങനെ ഒരു മെസ്സേജാണ് എനിക്ക് തന്നത്. കാലിക്കറ്റിന് നല്ലൊരു ക്രിക്കറ്റ് പാരമ്പര്യമുള്ളൊരു നഗരം കൂടിയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അപ്പം കാലിക്കറ്റിലെ ആ ജില്ലയിൽ നിന്നൊരു സ്റ്റാർ ഇത്തവണ ഉണ്ടാവുമോ? ആ ജില്ലയിൽ നിന്നാണ് നമ്മുടെ രോഹൻ, ആ ജില്ലയിൽ നിന്നാണ്. അതെ, വേറെ സ്റ്റാർ വേറെ കാരണം വെച്ചാൽ ഈ രോഹനെ പോലുള്ള പ്ലേയേഴ്സ് ആ ജില്ലയിൽ നിന്നാണ് വരുന്നത്. അവരുടെ പെർഫോമൻസ് കാണുമ്പം നാളെ ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന കൊച്ചു കുട്ടികൾ എനിക്കിത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായും. ഇപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം എല്ലാവരും IPL അല്ലെങ്കിൽ ദേശീയ ടീം എന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം മാറ്റം കേരളത്തിലെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഈ ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് കോച്ച് വിചാരിക്കുന്നത്? ഈ KCL മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ രണ്ട് വേറെ ടൂർണമെൻറ്റ് കൊണ്ടുവന്നിരുന്നു. പ്രസിഡൻസ് കപ്പ് അല്ലെങ്കിൽ NSK എന്ന് പറഞ്ഞ് പിന്നെ ക്ലബ് ചാമ്പ്യൻസ് കൊണ്ടുവരുന്നു. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ വേറിട്ട് പ്ലേയേഴ്സിന് ഒരു പുതുജീവൻ കൊടുക്കാൻ ഈ KCL കഴിഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ തന്നെ ഒരുപാട് കുട്ടികളെ കോച്ച് ചെയ്യുന്ന സമയത്ത് അവരെല്ലാം ഈ KCL സീസൺ അതിനോട്ട് ഉറ്റുനോക്കുന്ന ഒരു തരംഗമാണ് ഞാൻ കണ്ടുവരുന്നത്. അപ്പം അവർക്കും ഈ ടീമിൻ്റെ പാർട്ടാകണം, അല്ലെങ്കിൽ ആ സീസൺ വരുമ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യണം എന്നുള്ള അങ്ങനെ ഒരു കൾച്ചർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അത് ഇതുകൊണ്ടാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും സ്റ്റാറെ പോലെ ഒരു വലിയൊരു വിഷനിൽ ഇത് കാണിക്കാൻ പറ്റുന്നു, അത് കാണുന്നു, വീട്ടുകാരൊക്കെ ഇത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം. അപ്പം എനിക്കത് പേരൻസിന്റെ ഭാഗത്തുനിന്നും കുറച്ചും കൂടെ സപ്പോർട്ടീവ് തുടങ്ങിയിട്ടുണ്ടോ? അതെ, പാരൻസ് മുമ്പത്തെക്കാട്ടിലും ഒരുപാട് പാരൻസിന് ഈ കളിയോട്ടുള്ള അപ്രോച്ച് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ IPLൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ടൂർണമെൻറ്റിൻ്റെ പെർഫോമൻസ് IPL സ്കൗട്ട് വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. അവർ പ്ലേയേഴ്സിൻ്റെ പേരറിയാം, അവരുടെ പെർഫോമൻസ് അറിയാം, അത്ര ഡീറ്റെയിൽ ആയിട്ട് അവർ അത് വാച്ച് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഫ്രാഞ്ചൈസികൾ സമീപിച്ചിരുന്നോ? ആരൊക്കെയാണ് പ്ലേയേഴ്സിനെ? ഞാൻ കഴിഞ്ഞ കൊല്ലം കുറച്ച് ഈ സ്കൗട്ട് ഇവിടെ വന്നിരുന്നു. അപ്പം അതിൽ 1-2 പേരെ എനിക്കറിയാം. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവർ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പേര് ഇങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പം അത്രത്തോളം അവർ അത് സന്തോഷം. കാരണം അവർ പ്ലേയേഴ്സിനെ അത്രത്തോളം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. പിന്നെ ഓപ്പോസിറ്റ് ടീമുകൾ നല്ല വലിയ ടീമുകളൊക്കെ ഉണ്ട്. അതെ, അപ്പോൾ അവരെ അടിച്ചു വീഴ്ത്താനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഒരു ടീമിനെയും വളരെ വലുതായിട്ടോ ചെറുതായിട്ടോ കാണുന്നില്ല. നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മുടെ സ്ട്രെങ്തിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ നമ്മുടെ ഒപ്പോണന്റിനെ നല്ലവണ്ണം പഠിച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഒരു കോച്ച് എന്ന രീതിയിൽ എത്രത്തോളം ഈ ഒരു 3 സീസണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ടഫസ്റ്റ് സീസൺ ആണ്, ഒരു കപ്പില്ല എന്ന് പറയുന്നതിൽ ഒരു വിഷമമുണ്ടോ കോച്ച് എന്ന പേഴ്സണൽ? വിഷമമൊന്നല്ല പറയേണ്ടത്. എന്നുവെച്ചാൽ നമ്മുടെ ടീമിൻ്റെ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കളിക്കുകയാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ ചെറിയ ലാപ്സസ് ഉണ്ടായി, അപ്പോൾ അതെല്ലാം നമ്മൾ ഒന്ന് തിരുത്തി കളിക്കുകയാണെങ്കിൽ വിജയം ഒരു ബൈ പ്രോഡക്റ്റ് പോലെ വരും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചാമ്പ്യൻഷിപ്പ് ഈസി ആയിട്ട് വിൻ ചെയ്യാന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതാണ് ഒരു കോച്ചിൻ്റെ കോൺഫിഡൻസ് ആണ്. അതെ. ഈ സീസണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ല വെടിക്കെട്ട് ആരാവും നമ്മൾ പ്രതീക്ഷിക്കുന്ന യങ്സ്റ്റേഴ്സ് ആരൊക്കെയാണ്? യങ്സ്റ്റർ ഞാൻ ഓൾറെഡി കുറച്ച് പേര് പറഞ്ഞു. ഇപ്പം ലേറ്റ്ലി നമ്മുടെ കെയ്ഫ്, നമ്മുടെ വിക്കറ്റ് ബാറ്റ്സ്മാൻ ആണ്, വളരെ നല്ല പ്രോമിസിംഗ് ആയിട്ട് പ്രോഗ്രസ് ചെയ്ത് വരുന്നുണ്ട്. ഒരു അരവിന്ദ് ഉണ്ട്. പിന്നെ നമ്മുടെ ബൗളേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇബിനുൽ ഹക്ക് ഉണ്ട്. ദെൻ നമ്മുടെ മുമ്പ് രഞ്ജി ട്രോഫി കളിച്ചിട്ടുള്ള ആതിഫ് ബിൻ അഷ്റഫ് ഉണ്ട്. നമ്മുടെ അക്കിൻ സത്താറുണ്ട്. ഇവരെല്ലാം നോക്കുകയാണെങ്കിൽ നമ്മളെ ഒരു IPL താരം കൂടെ ഉണ്ട്, അബ്ദുൽ ബാസിദ്. ഈ T20 ഫോർമാറ്റിൽ വളരെ ഭയങ്കര എഫക്റ്റീവ് പ്ലെയറാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വെടിക്കെട്ട് ഇത്തവണ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം വെച്ചാൽ ടീം നല്ലൊരു എൻവയറമെൻറ്റിലാണ്. കാരണം അവരുടെ ഒരു ഒത്തൊരുമ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ ഭയങ്കര സന്തോഷം. കോച്ച് മാത്രമല്ല, കോച്ചിങ് സ്റ്റാഫിൽ മറ്റ് അംഗങ്ങളും ഉണ്ട്. അവരും വലിയ സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ്?
ഇപ്പം എന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മിസ്റ്റർ ഡേവിഡ് ഉണ്ട്. പുള്ളി ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ കൂടെയാണ്. അപ്പം അയാൾ ഇപ്പോൾ KCL വേറെ അസൈൻമെൻറ്റ്സും പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പം ഇറ്റ്സ് അപ്കമ്മിങ് ഒരു കോച്ചാണ്. അപ്പം പുള്ളിയുടെ ഇൻപുട്സും ഭയങ്കരമായിട്ട് നമ്മുടെ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ 2 സൈഡാമേഴ്സ് ഉണ്ട്, മിഥുനും അശ്വിൻ. അവരും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, അവർ കളിക്കുന്നവരാണ്. അപ്പോൾ അവരും ഈ ടീമിൻ്റെ അതൊരു ക്രിക്കറ്റിംഗ് എൻവയറമെൻറ്റ് ക്രിയേറ്റ് തന്നെ അവരുടെയും ഒരു സാന്നിധ്യം വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീഡിയോ അനലിസ്റ്റ് ഉണ്ട് മിസ്റ്റർ രാകേഷ്. പുള്ളി ഒരുപാട് കൊല്ലം നമ്മുടെ KCL വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, സീനിയർ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കൂടെയുണ്ട്. ദെൻ നമ്മുടെ ട്രെയിനറുണ്ട് ഹരി. കഴിഞ്ഞ 2 സീസണും ടീമിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ പ്ലേയേഴ്സിനെ നല്ലവണ്ണം പുള്ളിക്ക് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഷോൺ, പുള്ളിയും 2 സീസണെ ടീമിൻ്റെ കൂടെയുണ്ട്. അപ്പം പ്ലേയേഴ്സിൻ്റെ റിക്കവറിയും അവരുടെ പ്രീഹാബും കാര്യങ്ങളൊക്കെ പുള്ളി നല്ലവണ്ണം നോക്കുന്നുണ്ട്. മിസ്റ്റർ റിച്ചാർഡും പുള്ളി അസിസ്റ്റ് ചെയ്യാൻ കൂടെയുണ്ട്. പിന്നെ ഇനിയുള്ളത് നമ്മുടെ മാനേജറുണ്ട് മിസ്റ്റർ വിഷ്ണു. പുള്ളി ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ടീമിനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൽ ഞാൻ ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ നാളെ സൈഡ് ആം ത്രോറായ മിഥുൻ വന്നിട്ട് പറയുകയാണ് കോച്ച് ഈ ഒരു ഓപ്ഷൻ നന്നായിരിക്കും, ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ കോച്ച് എന്ത് ഡിസിഷൻ എടുക്കും? ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളൊരു ഒരു മീറ്റിങ്ങിൽ ഞങ്ങളുടെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആര് സജഷൻ പറഞ്ഞാൽ ഇപ്പോൾ ആ സജഷൻ നമ്മൾ കേൾക്കും. അത് നല്ലൊരു സജഷൻ ആണെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ 1-2 ഇൻസിഡൻസ്. ഒന്ന് നമ്മുടെ ഹരി ഒരു റിച്വലിൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞത്. അപ്പം നമ്മൾ അത് കൊള്ളാൻ തോന്നി അപ്പം തന്നെ അത് അഡാപ്റ്റ് ചെയ്തു. കാരണം വെച്ചാൽ ടീം മൊത്തമായിട്ട് ടീമിൻ്റെ സ്റ്റാഫ് ഉൾപ്പെടെ ടീമിനൊപ്പം ഒരു ഗ്രൗണ്ടിൽ ലാപ്പ് ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ അപ്പം തന്നെ അഡാപ്റ്റ് ചെയ്ത് അത് ഇന്നും നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. ദെൻ ഷോണ് എന്താണ് വീഡിയോയുടെ കാര്യം പറഞ്ഞു, പ്ലേയേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അത് വളരെ വെൽക്കം ആയിട്ടുള്ള ഒരു സെഷനായിട്ട് തോന്നി. അപ്പോൾ അതും നമ്മൾ അഡാപ്റ്റ് ചെയ്തു. മിസ്റ്റർ ഡേവിസ് ഉണ്ട് ഞങ്ങളുടെ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന അദ്ദേഹം, പുള്ളിയും വാലിഡ് ഇൻപുട്സ് തരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ടീമായിട്ട് നമ്മൾ എല്ലാം അഡാപ്റ്റ് ചെയ്ത് പോവാണ്. നമ്മളത് ആ ടീം ഇതെല്ലാം തരുന്നത് ടീമിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ടീമിനെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നല്ല ഭാഗം നോക്കിയിട്ടാണ് ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ കാലിക്കറ്റിലെ ആരാധകർക്ക് എന്താണ് കോച്ച് സമ്മാനമാക്കി വെച്ചിരിക്കുന്നത്? നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തപോലെ ആരാധകർക്ക് ഈ ഇപ്രാവശ്യത്തെ ടീമിൽ നിന്ന് ഒരുപാട് മാജിക് മൂമെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യാം. ഗ്രൗണ്ടിൻ്റെ അകത്ത് പ്ലേയേഴ്സിൻ്റെ എഫേർട്ടിലൊരു ഡിഫറൻസ് അവർക്ക് കാണാൻ കഴിയും. ആ സെറ്റ് ഒരു ടീം ഒരുമിച്ച് കളിച്ച് ആസ്വദിക്കുന്നതിൻ്റെ ആ ഒരു ക്രിക്കറ്റിൻ്റെ ഭംഗി അവർക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ഒരു പുതിയ ഒരു അപ്രോച്ച് ആയിരിക്കും ടീമിന് ടോട്ടലി വരാൻ പോകുന്നത്. അതാണ് റിസൾട്ട്, അത് കൃത്യമായി വരും. അതെ കോച്ച്, അപ്പം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം വലിയ പ്രതീക്ഷകൾ, ഇത്തവണ കപ്പടിച്ചിട്ട് നമുക്ക് തന്നെ ഇന്ന് ഇരിക്കാൻ കഴിയട്ടെ. അപ്പം കളി കാണുന്ന കാലിക്കറ്റിൻ്റെ പ്രേക്ഷകരോട് കോച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾക്ക് അതായത് നമ്മുടെ ആരാധകർക്ക് എൻജോയ് ചെയ്യാനുള്ള മാജിക് മൂമെൻറ്റ്സ് ഇപ്രാവശ്യം ഒരുപാട് നമുക്ക് ടീമിൽ നിന്ന് പ്രതീക്ഷിക്കാം. ടീമിൻ്റെ എഫേർട്ടിൽ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ഒരു ടീമായിട്ട് അവരെങ്ങനെ ഗ്രൗണ്ടിൽ എൻജോയ് ചെയ്യുന്നുള്ള ഒരു ആ ക്രിക്കറ്റിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് കാലിക്കറ്റിന്റെ ആ സൗന്ദര്യം അത് കൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വിജയിച്ചിട്ട് വീണ്ടും ഇതുപോലെ തീർച്ചയായും. താങ്ക് യു.